ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇവിടെ ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കായ്പോളയുടെ റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യിലോട്ട് മീഡിയം സൈസിലുള്ള പഴുത്ത 2 നേന്ത്രപ്പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യിലോട്ട് ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നെയ്യിൽ ഈ പഴം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഈ പഴത്തിൻ്റെ എല്ലാം കളർ ചേഞ്ച് ആകുന്നത് വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഈ കായ്പോള ഉണ്ടാക്കുമ്പോൾ അത് നെയ്യിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടേണ്ടതാണ്. ഇവിടെ ഞാൻ വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പഴത്തിൻ്റെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഴം വെന്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ കുറച്ച് സേമിയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബൗളിന് 1 ബൗൾ സേമിയമാണ് എടുത്തിരിക്കുന്നത്. കൂടുതലാവേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നെയ്യിൽ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയമാണ് എങ്കിലും ഒന്ന് നെയ്യിൽ ഒന്ന് ഒരുപാട് നേരമിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത സേമിയവും ഒരു പിടി മുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് ഞാൻ 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കോഴിമുട്ടയും 1/4 ഗ്ലാസ് പാലും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 3 ഡ്രോപ്പ് വാനില എസൻസും. പഞ്ചസാര പഴം വാട്ടുന്നതിൽ ചേർത്ത് കൊടുത്തത് കാരണമാണ് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പഴം വാട്ടുന്നതിൽ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഈ മുട്ടയുടെ മിക്സ് നമുക്ക് നെയ്യിൽ വറുത്തെടുത്തിരിക്കുന്ന പഴവും സേമിയവും മുന്തിരിയുടെയും എല്ലാം അതിലോട്ട് ഈ
മുട്ടയുടെ ഈ മിക്സ് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സെയിം പാനിൽ തന്നെ നെയ്യൊഴിച്ച് കൊടുക്കുക. നെയ്യൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടില്ല. ഈ മേൽഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പാനിലോട്ട് ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വേറൊരു പാനിലോട്ട് മറിച്ചിട്ടതിന് ശേഷം വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡിയായി. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.